ഇപ്പോൾ ഉള്ള എക്സാംസിനൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കണ്ടിന്യൂസ് ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ താഴെ മറ്റൊരു ഫ്രാക്ഷൻ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? ഏറ്റവും ബേസിൽ വന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? സം എടുത്ത് റെസിപ്രോക്കൽ എടുത്ത് സം എടുത്ത് റെസിപ്രോക്കൽ എടുത്ത് മേളിൽ വരെ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ടും തെറ്റി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ കിടന്ന നമ്പർ ചെയ്യുമ്പോൾ 2ഉം 3ഉം. അപ്പോൾ ഈ 2, 3 എന്ത് ചെയ്യുക? എടുത്തെഴുതുക. 2 എഴുതുക, 3 എഴുതുക. ഇനി എനിക്കിവിടെ സൈഡ് നോക്ക്. 1, 2, 3, 4. 4 ഒന്നില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 4 പ്രാവശ്യം സൈഡിലോട്ട് ഞാൻ കൂട്ടി എഴുതാൻ പോവാം. അതായത് 2ഉം 3ഉം കൂടെ കൂട്ടി 5, 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8, 8ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര? 13, 13 കൂടെ കൂട്ടിയാൽ 21. അപ്പോൾ 4 പ്രാവശ്യം കൂട്ടി എഴുതിയില്ലേ? 1, 2, 3, 4 പ്രാവശ്യം കൂട്ടി എഴുതി. ഈ അവസാനം വന്ന് 21 കണ്ടോ? അത് ഞാനെടുത്ത് ന്യൂമറേറ്ററായിട്ട് എഴുതി. സെക്കൻഡ് ലാസ്റ്റ് വന്ന് 13 ഇല്ലേ? അത് ഞാനെടുത്ത് ഡിനോമിനേറ്ററായിട്ട് എഴുതി 13. ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്കെന്ത് ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ് ഈ രീതി ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം 1 വന്നതുകൊണ്ടാണ്. ഇനി അവിടെ 2 3 ഒക്കെ വരുന്ന കേസുകളുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻ്റ് എഴുതുക. ഓക്കെ.